തിരികെ ചർച്ചയിലേക്ക് ശ്രീ CR രാധാകൃഷ്ണൻ. അടിമുടി ഒരു അന്വേഷണം എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? നിലവിൽ ഇപ്പോൾ ദ്വാരപാലക പാളിയിൽ തുടങ്ങുന്ന ഈ സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിച്ചാൽ പോലും തെളിവുകളടക്കം നശിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃത്യമായ ഒരു കണക്കുകളുമില്ല. അവിടെ അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തിയ അതിൻ്റെ ഒന്നും വസ്തുവകകളായാലും ആഭരണങ്ങളായാലും സ്വർണമായാലും ഒക്കെ അതിൻ്റെ ഒന്നും ഒരു കണക്കുകളില്ല. കോടിക്കണക്കിന് മുതലാണ് ഭക്തർ ഇത്തരത്തിൽ അയ്യനെ ദർശിക്കാൻ വരുമ്പോൾ അവിടെ നിക്ഷേപിക്കുന്നത്. പക്ഷേ അതൊക്കെ എവിടെ പോയി എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ, ഈ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം എത്തേണ്ട സാഹചര്യം വന്നു നിൽക്കുമ്പോൾ, ഇതൊക്കെ ഇനി തുടക്കം മുതൽ ഒരു അഴിച്ചുപണിയിലേക്ക് എത്തുക പ്രായോഗികമാണോ? അതാണ് ഞാൻ പറയുന്നത്. ശാശ്വതമായ പരിഹാരം അത് തേടുമ്പോഴാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ ഒരു കാര്യം ഒന്ന് തിരുത്തിക്കുക. എൻ്റെ അഭിപ്രായം പറയുകയാണ്. 1949 ജൂലൈ 1 തീയതിയാണ് കവനൻ്റ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൻ്റെ ഭാഗമായി തിരുവിതാംകൂറും കൊച്ചിയും രാജാക്കന്മാരെ അവരുടെ രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനുള്ള എഗ്രിമെൻ്റാണ്, അടിസ്ഥാന കരാറാണ്. ആ അടിസ്ഥാന കരാറിൽ 22 ആർട്ടിക്കിളാണുള്ളത്. ആ 22 ആർട്ടിക്കിൾ കഴിഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് വി ദ കിങ് ട്രാവൻകൂർ കൊച്ചി ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൺകർ ആൻഡ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. ആര്? BP മേനോൻ, ഗവൺമെൻറ് സ്പെഷ്യൽ സെക്രട്ടറി. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിർവചനം നിലനിൽക്കുന്നിടത്തോളം കാലം ആ എഗ്രിമെൻറ്റിന് ഗ്യാരണ്ടി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തർക്കിക്കാൻ ആർക്കും സാധ്യമല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇല്ലാതായാൽ, അദ്ദേഹം പറഞ്ഞു 71 പ്രിവി പേഴ്സ് നിർത്തിയതും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രിവി പേഴ്സ് എന്തിനു കൊടുത്തു? തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാർ ചേർന്ന് കവനറ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടാക്കിയപ്പോൾ തിരുവിതാംകൂർ രാജാവിനോട് പറഞ്ഞു, നിങ്ങളാണ് രാജ്യം സ്റ്റേറ്റിൻ്റെ അധിപനായി ജനാധിപത്യ ഭരണം വരുന്നവരെ ഭരിക്കേണ്ടത്. അതിന് അദ്ദേഹത്തിന് അന്ന് 18 ലക്ഷം രൂപ പ്രിവി പേഴ്സ് അനുവദിച്ചു. കൊച്ചി രാജാവിന് 2,35,000 രൂപയും പ്രതിമാസം. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കാലം കഴിഞ്ഞാലില്ല, അത് നിർത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇത് എങ്ങനെ ഈ സർട്ടിഫിക്കേഷൻ വിത്ത് ദ കൺകർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി ആൻഡ് കോൺകർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അതൊന്നും നിർവഹിച്ച് അതെങ്ങനെ ഇല്ലാതാവുമെന്നാണ് ഞാൻ വിചാരിക്കും. ആ അദ്ദേഹത്തിൻ്റെ കവനൻ്റുണ്ട്. അതിൻ്റെ അടിയിലുള്ള സർട്ടിഫിക്കേഷൻ അദ്ദേഹം വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ ഇത് പറയുകയുമില്ല. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം എൻ്റെ അഭിപ്രായം ഖണ്ഡിതമായി പറയുകയാണ്, കേരളത്തിൽ മാത്രമാണ് HRI ആക്ട് ഉള്ളത്, ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഉള്ളത്, കേരളത്തിലെ അസംബ്ലിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത്. ഇന്ത്യയിൽ ഇതില്ല. HRNCE ആണ്, ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെൻ്റ് ആക്റ്റാണ്. അതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൈകടത്താൻ ഇടപെടാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇതിൽ നിയമനിർമ്മാണം അനിവാര്യമാണ്. ഈ എനിക്ക് മുമ്പ് സംസാരിച്ച BJPയുടെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതിനൊന്നും കണക്കുണ്ട് സാർ. 1912 തിരുവിതാംകൂർ സർക്കാർ നിയമിച്ച ഒരു ബ്രിട്ടീഷ് സർവേയറുണ്ട്, വാർഡൻ കോർണർ. അദ്ദേഹം 1908 വർഷം കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഭൂമിയും സർവേ ചെയ്തിട്ട് വ്യക്തമായ രേഖകളും റെക്കോർഡുകളും ക്ഷേത്രഭൂമികളെ സംബന്ധിച്ച്, ക്ഷേത്രത്തിലെ നിലങ്ങളെ സംബന്ധിച്ച് രേഖകളുണ്ട്, ക്ഷേത്രത്തിലെ ആദായം സംബന്ധിച്ച രേഖകളുണ്ട്, ക്ഷേത്രത്തിലെ അന്നത്തെ സ്ഥാവര സ്വത്തുകൾ, ജംഗമ സ്വത്തുകൾ, ഇതിനെല്ലാം രേഖയുണ്ട്. 1950 HRI ആക്ട് വരികയും 56 ഈ ജനാധിപത്യ ഗവൺമെൻറ് വരികയും ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തെല്ലാം കുഴപ്പങ്ങളുണ്ടായത്. അതുവരെ വ്യക്തമായ രേഖകളുണ്ട്. ആ പഴയ രേഖകൾ ഇപ്പോഴും കിട്ടും, ആർക്കൈവ്സിലും എല്ലായിടത്തും കിട്ടും. എത്ര കോടി രൂപയാണ് അന്നത്തെ ക്ഷേത്ര വരുമാനം, 1922 ക്ഷേത്ര വരുമാനം. അത് എത്ര നിലങ്ങളുണ്ടായിരുന്നു, എത്ര പുരയിടങ്ങളുണ്ടായിരുന്നു, എത്ര സ്ഥാവരസ്വത്തുണ്ടായിരുന്നു, വ്യക്തമായ രേഖകളുണ്ട്. രേഖയുടെ കുഴപ്പമൊന്നുമല്ല. രേഖയുള്ള കാലത്താണ് ഇവിടെ ജനാധിപത്യ ഗവൺമെൻറ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഞെരുക്കി അതിൻ്റെ സ്ഥാവര സ്വത്തുക്കളെ എടുത്തിട്ട് 2023 ഒരു റവന്യൂ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ക്ഷേത്രഭൂമികളൊക്കെ ഗവൺമെൻറ്റാന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ തീർത്തോ? ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഭക്തൻ തിരുവിതാംകൂർ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന ഒരു റവന്യൂ സെക്രട്ടറി എല്ലാ നിയമങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ക്ഷേത്രങ്ങൾ കൈവശം വെച്ചേക്കുന്ന ഭൂമികൾ അൺഅസൈൻഡ് ലാൻഡെല്ലാം ഗവൺമെൻറ് വകയാണ് എന്നൊരു സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ആരെങ്കിലും ചോദ്യം ചെയ്തോ? അത് നിൽക്കില്ല. കാരണം അത് ആക്ടിന് വിരുദ്ധമാണ്.
അത് കോടതിയുടെ പരിഗണന വരുമ്പോൾ ഇത് തെറിച്ചു പോകുന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതൊരു നിയമങ്ങളുടെ അഭാവമല്ല. ഇവിടെ ഗവൺമെൻറ് കർശനമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പാരമ്പര്യമായ ഭരണ സംവിധാനത്തിൽ നിന്നും കവനൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, രാജ്യത്ത് രാഷ്ട്രീയ വിമുക്തമാക്കിയിട്ട് ഈ സ്ഥാപനം ഭരിച്ചുകൊള്ളണം. 1949 ആരാണിത് രാഷ്ട്രീയ ബന്ധമാക്കിയത്? ആ ബന്ധം വിടാമെങ്കിൽ ഈ സ്ഥാപനത്തിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ട അടിസ്ഥാന നിയമങ്ങളാണ് ഈ രാജ്യത്ത് ക്ഷേത്രങ്ങൾ സംരക്ഷണത്തിനും ക്ഷേത്രകാര്യങ്ങളിലും ആവേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ശ്രീ CR രാധാകൃഷ്ണൻ നേരത്തെ M ജയചന്ദ്രൻ ഉന്നയിച്ചതുപോലെ ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക അപ്രായോഗികമാണെന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഒരടിസ്ഥാനം HRNCE ആക്ട് എടുക്കൂ. ഇന്ത്യ മുഴുവനുള്ള, ഇപ്പം കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും HRNCE ആക്റ്റാണ്. ആ ആക്ട് പരിശോധിക്കൂ. ആമ്പിൾ പവേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് രാജ്യത്തെ പൗരൻ്റെ വകയാണ്, പൗരാണിക പ്രസ്ഥാനമാണ്, ഹിന്ദുവിൻ്റെ ആരാധനാലയമായിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി ഭാരതത്തിൻ്റെ സമ്പത്താണ്, ഭാരതത്തിൻ്റെ പൗരാണിക സമ്പത്താണ്, ഇത് ചരിത്ര സമ്പത്താണ്, അമൂല്യ വസ്തുവാണ്. ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് എല്ലാ കാലത്തുമുള്ള തലമുറയുടെ, ഭാരതത്തിലെ അനന്തര തലമുറയുടെ അനിവാര്യമായ ആവശ്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ളതെന്ന് എന്താണ് പറയുന്നത്? ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ കേരള ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കൂ? അത്ര കണ്ട് ശാസ്ത്രീയ അടിത്തറയും തത്വവും അടങ്ങിയിരിക്കുന്ന ക്ഷേത്ര സ്ഥാപനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്ര സ്ഥാപനങ്ങൾ ഈ നമ്മുടെ മുഴുവൻ ജനതയുടെയും, ഭാരതത്തിലെ എല്ലാ ജാതി മത വിഭാഗങ്ങളല്ലാത്ത സർവ്വജനങ്ങളുടെയും സമ്പത്താണ് ക്ഷേത്രങ്ങൾ. ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കുടിയിരിപ്പുകളാണ്. അത് സംരക്ഷിക്കപ്പെടാനുള്ള ചുമതല സംസ്ഥാന ഗവൺമെൻറ് നിർവഹിച്ചില്ല, കേന്ദ്രം നിർവഹിക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഭാരതത്തിന് ബാധ്യതയുണ്ട്. ഭാരതത്തിൽ വളർന്നു വരുന്ന, അല്ലെങ്കിൽ നാളെ വരുന്ന ഭാരതീയൻ്റെ പൈതൃക സമ്പത്താണിത്. ജാതിയുടെ മതത്തിൻ്റെ ഒന്നുമല്ല. അതെടുത്താൽ പോലും ഇതിന് സംരക്ഷിക്കാൻ നിയമമില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? അർത്ഥരഹിതമായ കാര്യമല്ലേ പറയുന്നത്.